ഹലോ ഫ്രണ്ട്സ്, ഞാൻ വൈഫൈ നമ്മൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള ട്രാഫിക് ബോർഡ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത KBR ആണ്. അപ്പോൾ KBR ഇപ്പോൾ വെബ്സൈറ്റ് വർക്കാവണി ഞാൻ കുറച്ച് പേര് മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് KBR വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആവണില്ല, എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ആവുണ്ടായില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ എങ്ങനെയാണ് കേരള ട്രാഫിക് ബോർഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്, അതായത് വേറെ ഇൻസ്റ്റാൾ ചെയ്യാൻ വല്ല വഴി ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ KBCയുടെ ഒരു ഇൻസ്റ്റാളിംഗ് ഉണ്ട്. അതായത് KBCയുടെ ട്രാഫിക് മോഡ് ഉണ്ട്. അത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള KBC ട്രാഫിക് മോഡാണ്. അപ്പോൾ അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. അപ്പോൾ അതെങ്ങനെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോയിൽ പോകാം. അപ്പോൾ ഈ ഒരു കേരള ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വെർഷൻ നമുക്ക് ഇതിൽ സപ്പോർട്ട് ആവില്ല. അപ്പോൾ APK നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് ആദ്യം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിനുശേഷം ബാക്കി സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ താഴത്തെ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അതായത് ഷെയർ മോഡ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് കിട്ടും. നമ്മുടെ KBCയുടെ APK ഫയലും അതേപോലെ തന്നെ ഒരു OBB ഫയൽ, 2 ഫയലും അതിലുണ്ട്. അപ്പോൾ അത് രണ്ടും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതൊന്ന് കാണിച്ചത് പെട്ടെന്ന്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റിംഗ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ലിങ്ക് റെഡി എന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് കാണാം. അപ്പോൾ ഇങ്ങനെ ഇടയിൽ ആഡ് വരുമ്പോൾ ബാക്ക് അടിച്ച് കളയുക. അതിനുശേഷം ഒന്നും കൂടി സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ട് അപ്പോൾ ഇതേപോലെ APK ഫയലും അതേപോലെ തന്നെ നമ്മുടെ OBB ഫയലും ഡൗൺലോഡ് ചെയ്യുക. അതേ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫയൽസിൽ തന്നെ പോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്തേമേ ആദ്യം നമുക്ക് APK ആണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ഫയൽസ് ടു കാണാം. അപ്പോൾ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അവിടെ ഫോൺസ് എന്ന് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്യാണ്. ഫോൾഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്ട്രാക്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി സമയം എടുക്കും എക്സ്ട്രാക്ട് ആവാൻ. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇതേപോലെ ഫോൾഡർ കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു APK ഫയൽ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് ആപ്പ് കാണാം, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് നമ്മുടെ APK ഫയൽ ഇൻസ്റ്റാൾ ആയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഞാൻ കാണിച്ചത് പെട്ടെന്ന്. അപ്പോൾ ഇവിടെ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാധാരണ ബസ് സിമുലേറ്റർ ഓപ്പൺ ആവണ പോലെ ഇതേപോലെ ഓപ്പൺ ആകും. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ അലോ കൊടുക്കുക. അപ്പോൾ അതേപോലെ ലിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒന്നും വരില്ല, കാരണം നമ്മൾ OBB ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ വൈറ്റ് സ്ക്രീൻ വന്ന് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് OBB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ OBB ഫയൽ ഇവിടെ മുകളിൽ ഡൗൺലോഡ് ആയി ഇതുപോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. അതിനുശേഷം എവിടെയെങ്കിലും ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റിംഗ് സ്റ്റാർട്ട് ആയിട്ട് അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആവും. അത് ഇത്തിരി സമയം എടുക്കുന്ന നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇത് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ കേരള ട്രാഫിക് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഇവിടെ കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ഫോൾഡർ കാണാം, അതായത് നമ്മുടെ OBB ഫയലിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ആർച്ചീവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പേസ്റ്റ് ചെയ്ത സ്ഥലം, അതായത് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത സ്ഥലം നമ്മൾ ഏതാണെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഫോൺസിലാണ് എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പോൾ അതെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാഫിക് മോഡിൻ്റെ ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മെയിൻ ഫയൽ കാണാം. അപ്പോൾ അത് അമർത്തി പിടിക്കുക. അതിനുശേഷം കട്ട് കൊടുക്കുക. കട്ടെല്ലാം കോപ്പി ആയാലും മതി. അതിനുശേഷം ഇവിടെ മുകളിൽ അമർത്തിയിട്ട് ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് എടുക്കുക. അതിനുശേഷം ഇവിടെ OBB എടുക്കുക. ഇവിടെ മെലിയോ ബസ് ID എന്ന് കാണാം. അപ്പോൾ അതെടുക്കുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഫയൽ ഇവിടെ പേസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ കേരള ട്രാഫിക് മോഡ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ വൈറ്റ് സ്ക്രീൻ മാറി ഇപ്പോൾ ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ലോഡാകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ലുക്കാണ്, ഉൾഭാഗമൊക്കെ അടിപൊളി അതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾറെഡി ഉള്ള ബസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഫ്രീ മോഡ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രാഫിക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലോഡായിട്ട് വരിക. ടീം KBC കണ്ണൂർ ഒഫീഷ്യൽ ബസ് ID എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേജ് ലോഡായിട്ട് വരും. നമ്മുടെ സാധാരണ ബസ് സിമുലേറ്റർ ലോഡാവണ പോലെയല്ല, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രാഫിക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതേപോലെ ലോഡായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെ ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രാഫിക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ടായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ നോക്കി കാണാം. സ്റ്റിയറിംഗ് ഒക്കെ വ്യത്യാസമായി, അതിൻ്റെ ലുക്കൊക്കെ മാറിയിട്ട് അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് പുറത്തിറങ്ങാം. അപ്പോൾ അതേ ട്രാഫിക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല ബസ്സിൻ്റെ. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ
വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ട്രാവലർ, പിന്നെ ബസ്സുകളൊക്കെ എവിടെ ഉണ്ടോ നോക്കട്ടെ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഓടിച്ചു പോയി നോക്കാം. ഇതാണ് നമ്മുടെ സംഭവം, നമ്മുടെ ട്രാഫിക്. കുറേ കേരളത്തിലെ വണ്ടികൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹോണിൻ്റെ സൗണ്ടും അതിൻ്റെ ഒന്ന് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഹോണിൻ്റെ സൗണ്ടൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വണ്ടികളും കുറേ കേരളത്തിലെ അടിപൊളി വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡ്, നമ്മുടെ KBC കണ്ണൂരിൻ്റെ. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ മനസ്സിലായെന്ന് ചോദിക്കുന്നു. അപ്പോൾ എത്ര ഉണ്ടാവില്ല, പിന്നെ വല്ല ഡൗട്ടൊക്കെ നിങ്ങൾ താഴത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ എത്ര ഉണ്ടാവില്ല നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുമ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളി കണ്ടന്റ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.